material blessing is just like the flower of the grass. അത് ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം ഒരു പുല്ലിലുണ്ടാകുന്ന പൂ പോലെ മാത്രമാണ്. All the blessings is just like bubbles on the water. ഈ ലോകത്തിലെ സകല അനുഗ്രഹങ്ങളും അത് വെള്ളത്തിലെ നീർക്കുമിളകൾ പോലെ മാത്രമാണ്. Just you see for a moment, afterwards it is not there. അതെ, നിങ്ങൾ അത് കാണുന്നു, അല്പസമയം കഴിയുമ്പോൾ പിന്നെ അതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. So the purpose of the Lord Jesus Christ is not to give you some temporary blessings. അതെ, കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത് താൽക്കാലികമായ കുറെ അനുഗ്രഹങ്ങൾ തരുവാൻ വേണ്ടിയിട്ടല്ല, but to prepare you for the eternal blessing. നിങ്ങളെ നിത്യതയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കുവാനാണ് യേശു കർത്താവ് വന്നത്. That task is a difficult task. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമാണ്. So inheriting the kingdom of God is not an easy job. ദൈവരാജ്യം അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. Let us turn to Philippians chapter 2 verse 12. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു. Philippians chapter 2 verse 12. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. Here he says, wherefore my beloved, as you have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. Here the word of God says, work out your own salvation with fear and trembling. ഇവിടെ നമ്മൾ വായിച്ചത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിപ്പീൻ എന്നാണ്. For the forgiveness of our sins, Jesus Christ has already paid the price through the cross. നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാനായി കർത്താവായ യേശു കാൽവരി ക്രൂശിൽ അതിന്റെ വില മുടക്കി കഴിഞ്ഞിട്ടുണ്ട്. For all the sins you have committed before coming to the Lord Jesus Christ, you need not do any work. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നതിന് മുമ്പുള്ള പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇനി മറ്റൊരു വിലയും മുടക്കേണ്ട, അതിന്റെ പരിഹാരത്തിനായി ഒരു പ്രവൃത്തി ഇനി നിങ്ങൾ ചെയ്യേണ്ട. It has already been completed by the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ആ പ്രവൃത്തികളെല്ലാം അവൻ തികച്ചു കഴിഞ്ഞിരിക്കുന്നു. From the cross we hear a voice, it is finished. കാൽവരി ക്രൂശിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം, സകലവും നിവൃത്തിയായി എന്നാണ്. All the penalties for our sins have been taken over by the Lord Jesus Christ. നമ്മുടെ പാപത്തിന്റെ സകല പ്രായശ്ചിത്തവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിറവേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. So for the forgiveness of your sin, you need not walk around a church building on your knees anymore. അതുകൊണ്ട് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പള്ളിക്ക് ചുറ്റും നിങ്ങൾ മുട്ടുകാലിൽ ഇഴയേണ്ട കാര്യമില്ല. You need not light a candle before any image. അതിനുവേണ്ടി നിങ്ങൾ ഇനി മെഴുതിരി കത്തിച്ചേരേണ്ട കാര്യമില്ല. For that you need not depend on your good deeds. അതിനുവേണ്ടി നിങ്ങൾ നല്ല പ്രവൃത്തിയെ, സൽപ്രവൃത്തികളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. For that you need not climb any mountains or visit any holy places. ഏതെങ്കിലും പുണ്യതീർത്ഥങ്ങളോ അല്ലെങ്കിൽ മല കയറുകയോ അതിന്റെ ആവശ്യം വരുന്നില്ല. Because all the penalties, all the punishment for the sin has been taken over by the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ സകല പാപങ്ങളുടെയും ശിക്ഷ അവൻ എടുത്തു മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. But for you to become worthy to live with Christ, you have to do a lot of things. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ രക്ഷിക്കപ്പെട്ട ശേഷം ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുകയാണ്. All your outward nature has to be removed so that you may become worthy to live with him. നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യന്റെ സകല സ്വഭാവ രീതികളും എടുത്തു മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയുള്ളൂ. When you accepted Jesus Christ, an inward man is born in you. അതെ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിരിക്കുന്നു. That man is in the image of God. ആ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമാണ്. That man is totally holy. ആ മനുഷ്യൻ പൂർണ്ണമായും വിശുദ്ധനാണ്. That man is totally in the righteousness of God. ആ മനുഷ്യൻ ദൈവത്തിന്റെ നീതിയാൽ ഉളവായവനാണ്. But the outward man is full of fleshly things. എന്നാൽ പുറമേയുള്ള മനുഷ്യൻ
അവൻ ജഡീകനാണ്. In Galatians 5:16 we read in the morning. Let us read that scripture again. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, verse 19 to 21. 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വാക്യം രാവിലെ നമ്മൾ വായിച്ചതാണ്. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. Here the word of God says, they that do such thing shall not inherit the kingdom of God. ഇവിടെ നമ്മൾ വായിച്ചത് ഈ വക പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ്. We read in the morning from John chapter 3 that when you accept Jesus Christ, when you are born again, you get the privilege to see the kingdom of God. അത് നമ്മൾ രാവിലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി എന്ന് നമ്മൾ പഠിച്ചു. And then we are born through the water and the spirit, we got the privilege to enter into the kingdom of God. അങ്ങനെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് അവസരം കിട്ടി. But we have to overcome all this nature of the flesh to inherit the kingdom of God. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ജഡത്തിന്റെ സകല പ്രവൃത്തികളെയും നമ്മൾ ജയിച്ചേ മതിയാകും. I would like to repeat the example I told in the morning. രാവിലെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുക. This auditorium, you heard about this auditorium meeting. The meeting is arranged in this auditorium. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്രമീകരിച്ചിരുന്ന മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. So you came out in search of this auditorium. അങ്ങനെ നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ യോഗം കൂടുവാൻ വേണ്ടി വന്നു. You are searching here and there. നിങ്ങൾ ഈ മീറ്റിംഗ് എവിടെയാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. You are looking for where is that auditorium? Where is that auditorium? നിങ്ങൾ ചിന്തിക്കുന്നത് എവിടെയാണ് ഓഡിറ്റോറിയം, എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്നു. But when you came near the road, you saw the auditorium. എന്നാൽ റോഡിന്റെ സൈഡിൽ വന്നപ്പോൾ നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തെ കണ്ടു. So when you saw the auditorium, you got certain consolation in your heart. ആ ഓഡിറ്റോറിയത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അല്പം ആശ്വാസമൊക്കെ മനസ്സിന് കിട്ടി. I was searching for this auditorium, now I have seen this auditorium. അതെ, ഞാൻ ഈ ഓഡിറ്റോറിയമാണ് അന്വേഷിച്ച് നടന്നത്, ഇപ്പോൾ ഞാൻ അത് കണ്ടു കിട്ടി, എനിക്ക് ആശ്വാസമായി. Similarly, when you are born again, you get an opportunity to see the kingdom of God. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യം കാണുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. Then afterwards, when you stepped onto the steps and came up to here, and then you got the privilege to enter into this auditorium and see all these things. ദൈവരാജ്യം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെ നിന്ന് നടന്ന് സ്റ്റെപ്പ് ചവിട്ടി ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് കയറി ദൈവരാജ്യത്തിൽ പ്രവേശിച്ചതിന്റെ പ്രിവിലേജ് കിട്ടി. You saw the auditorium. ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചതിന്റെ ആ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. See, you from the road you came up here. നിങ്ങൾ റോഡിൽ നിന്നും ഇവിടെ വരെ നടന്നു വന്നു. And then you entered here in this hall, you saw the chairs and arrangements, then you got little more comfort. ഈ റോഡിൽ നിന്നിന്റെ അകത്ത് കയറി ഇവിടെ വന്ന് ഇവിടെ കിടക്കുന്ന കസേരകളും ക്രമീകരണവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആശ്വാസം അല്പം കൂടെ വർദ്ധിച്ചു. കാരണം നിങ്ങൾ ഈ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. So first you saw the auditorium. ഒന്നാമത് നിങ്ങൾ ഓഡിറ്റോറിയം കാണുന്നു. Secondly, you entered into this auditorium. രണ്ടാമത് നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറി. So when you saw this auditorium, it's beautiful. You have a desire to make it your own building. അത് ഈ ഓഡിറ്റോറിയം ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ ഇതെന്നെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായി. To see the auditorium, it was free. To see the auditorium, it was a free. ഈ ഓഡിറ്റോറിയം കാണുക എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. To come in and see all these things, enter here, that's also free. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം ഇതിനകത്ത് കയറി വന്ന ശേഷം ഇതിനകത്തിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നതും തികച്ചും സൗജന്യമാണ്. But to make this auditorium your own, you have to pay a heavy price. എന്നാൽ ഈ ഓഡിറ്റോറിയം നിങ്ങളുടെ സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വില മുടക്കേണ്ടി വരും. If the owners say you give 30 lakhs, and if you pay 30 lakhs, then you can have this auditorium. അത് ഓണർ പറയും ഇത്രയും രൂപ നീ തരികയാണെങ്കിൽ നിനക്ക് ഈ ഓഡിറ്റോറിയം സ്വന്തമാക്കാം. If they say 30 lakhs, അതെ 30 ലക്ഷം രൂപ തന്നാൽ നിനക്ക് ഈ ഓഡിറ്റോറിയം തരാമെന്ന് പറയും.
So then if you have to make this auditorium your own, you have to give 30 lakhs of rupees. നിനക്ക് ഈ ഓഡിറ്റോറിയം സ്വന്തമാക്കണമെങ്കിൽ നീ തീർച്ചയായും 30 ലക്ഷം രൂപ തന്നേ മതിയാവൂ. So seeing is free, കാണുന്നത് സൗജന്യമാണ്, entering is free, ഇതിൽ പ്രവേശിക്കുന്നത് തികച്ചും സൗജന്യമാണ്. but to make this auditorium is your own, you have to pay the whole amount. എന്നാൽ ഈ ഓഡിറ്റോറിയം നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായും മുഴുവൻ തുകയും നിങ്ങൾ മുടക്കിയേ മതിയാകും. So when you are born again, you saw the kingdom of God. നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ ദൈവരാജ്യം കണ്ടു. When you are born through the water and the spirit, you have entered into the kingdom of God. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. But as per Galatians chapter 5 verse 19 to 21, about 15 items mentioned there. Until and unless you overcome all of it, you cannot inherit the kingdom of God. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 15 കൂട്ടം കാര്യങ്ങളെ നിങ്ങൾ വിട്ടൊഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. So in order to forsake those things of the flesh, God has prepared a plan for us. ജനത്തിന്റെ ഈ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്കായി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. So we must be willing to accept that path of God. ദൈവത്തിന്റെ ആ പദ്ധതി നമ്മൾ തീർച്ചയായും അംഗീകരിക്കാൻ തയ്യാറാകണം. And when you accept that path of the Lord, one by one, all those worldly things will leave you. ദൈവം ഒരുക്കിയ ആ വഴി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ പ്രവൃത്തികളെ ഒന്നൊന്നായി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. Let us turn to the book of Jeremiah chapter 20 verse 12. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. Book of Jeremiah chapter 20 verse 12. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. I'll read first and then you read. But O Lord of hosts, that triest the righteous and sees reins in the heart, let me see the vengeance on them, for unto thee have I opened my cause. നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. Here we read the nature of God. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രകൃതം എന്താണെന്ന് അറിയുന്നു. Here the word of God says, He tries the righteous people. ദൈവം നീതിമാന്മാരെ ശോധന ചെയ്യുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. See, why the righteous people to be tried? എന്തിനാണ് നീതിമാന്മാരെ പിന്നെയും ശോധന ചെയ്യുന്നത്? In order to remove all the carnal nature, God tries the righteous people. ജനത്തിന്റെ സകല പ്രവൃത്തികളെയും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നീതിമാന്മാരെ പിന്നെയും ശോധനയിലൂടെ കടത്തിവിടുന്നത്. അനുഗ്രഹങ്ങൾ തരുവാൻ വേണ്ടിയല്ല.